ശ്രീമതിയാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലായി. അവരെക്കാൾ അധികാരമുള്ള ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന, A to Z എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അറിയാവുന്ന തന്ത്രി, ആ തന്ത്രിയുടെ മേലേക്ക് അന്വേഷണം എത്തുന്നില്ല. അന്ന് അധികാരമുണ്ടായിരുന്ന മന്ത്രിയുടെ മേലേക്കും അന്വേഷണം എത്തുന്നില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, തന്ത്രിയുടെ പേരിലേക്ക് എത്തണം, മന്ത്രിയുടെ പേരിലേക്ക് എത്തണം. ഇതിൽ നിന്ന് ഇനിയും സാറേ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് പോയി ഏറ്റവും തലപ്പത്ത് നിൽക്കും. ഇവര് മാത്രമൊന്നല്ല, ഇന്നിപ്പോ ഉള്ള അവരെല്ലാം വെറും ഡമ്മി മാത്രമാണ്, വെറും ഡമ്മി മാത്രം. ഇതിൽ പോയി പിന്നെ വേറെ ഒന്ന്, നമ്മളെ നാട്ടിൽ കോൺഗ്രസിനും കൊള്ളൂല, BJP ഒന്നിനും കൊള്ളൂല, ഒരു പുണ്ണാക്കിനും കൊള്ളൂല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഫോൺ കട്ടാക്കരുത്. ഇവര് ഈ കോൺഗ്രസിന് BJP എന്തിനും ഒന്നിനും കൊള്ളുമില്ലേ? ഇതൊന്നും ഇവിടെ നടക്കൂല. ഇതേ സ്ഥാനത്ത് ഇത് BJP കോൺഗ്രസ് ആണോ ഇത്രയൊന്നും വേണ്ട. ഒരംശം ചെയ്തില്ലെങ്കിൽ ഈ CPM കേരളം കത്തിച്ചു കളയും. കേരളം കത്തിക്കൽ മാത്രമല്ല, ഇത്ര മാത്രം മതി, ഇത്ര. അതുകൊണ്ട് ഈ BJP ഒന്നിനും കൊള്ളൂല, കോൺഗ്രസിന് ഒരു പൂണ്ടാക്കിനും കൊള്ളൂല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇത് മാത്രം. ഏതെല്ലാം കളവ്, എന്തെല്ലാം തട്ടിപ്പ്, എന്തെല്ലാം എങ്ങനെയെല്ലാം തരാം, എന്തെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ? എന്താ അന്വേഷിക്കുന്നത്? എല്ലാം അന്വേഷിക്കാം. പാർട്ടി അന്വേഷിക്കുക. ഏത് പാർട്ടി? ആരെ പാർട്ടി? പാർട്ടിയാണോ അഭിപ്രായം? അങ്ങനെ ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിന്റെ അന്വേഷണം ഇനി തന്ത്രിയിലേക്കും മന്ത്രിയിലേക്കും ഒക്കെ എത്തേണ്ടേ? കിരൺ സാറെ, ആദ്യമായിട്ട് സന്തോഷമുണ്ട്. നമ്മുടെ ചാനലിലേക്ക് എന്താന്ന് വെച്ചാൽ സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് വളരെയേറെ നല്ലത്. അതോടൊപ്പം തന്നെ സന്തോഷമുണ്ട്. സ്ത്രീകളാണെന്ന് തോന്നുന്നു കുറെ കൂടി ഷാർപ്പായി അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. പുരുഷന്മാർക്ക് അതോടൊപ്പം പലപ്പോഴും അഭിപ്രായം പറയാൻ ഈ ചെറിയ രീതിയിലുള്ള ഭയമൊക്കെ ഉണ്ടെന്ന്. സ്ത്രീകൾക്ക് നല്ല ഏത് പാർട്ടിക്കെതിരായാലും അവർ പറയുന്നത് ഭയങ്കര ഷാർപ്പായിട്ടാണ് പറയുന്നത്. അതെ സാർ, നമ്മുടെ പൈലറ്റ് നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരവും വരുന്നുണ്ട് സാർ. ശരി, പറഞ്ഞോളൂ. സാറ്, നമ്മളുടെ ഈ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരെ കണക്ട് ചെയ്താണ് സാർ അവർ അറസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളിലേക്ക് എന്ന് പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ തന്ത്രിയിലേക്കോ മന്ത്രിയിലേക്കോ പോകാനായിട്ട് സാധ്യതയുണ്ട് സാർ. തീർച്ചയായിട്ടും ഓരോരുത്തരിൽ നിന്നുമാണ് ഇങ്ങനെ കണക്ട് ചെയ്താണ് അവർ ശരിക്കുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചും കൊണ്ടാണ് സാർ ഓരോരുത്തരെ അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനിയും പലതും പ്രതീക്ഷിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അജിത്താണ്, വെങ്ങാനൂരിൽ നിന്നാണ്. ശ്രീ അജിത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിന് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അധികാരമുള്ളയാൾ, ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്, ഇതിനെല്ലാം അനുമതി നൽകിയത് തന്ത്രിയാണ്. ആ തന്ത്രിയിലേക്ക് അത്തരം ഒരു അന്വേഷണം, അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നതെങ്കിലും അന്വേഷിക്കണ്ടേ? സാറേ, ഇത് നമ്മൾ ദൈനംദിനവും പത്രങ്ങളും ബാക്കി കാര്യങ്ങളും ചാനലും ചർച്ചയും ബാക്കിയെല്ലാം കാണുന്നതാണ്. ഇത് യഥാർത്ഥത്തില് പിന്നെ നമ്മള് കോടതി ഇടപെടായിരുന്നെങ്കിൽ, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. കോടതി ഇടപെടായിരുന്നെങ്കിൽ ഈ കേസ് ഇത് നമ്മൾ ജനങ്ങൾ അറിയുമായിരുന്നോ? ഭക്തർ അറിയുമായിരുന്നോ? ഇത് സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഉണ്ണികൃഷ്ണൻ പോറ്റിയാനാണ് ആദ്യം വിവാദം ഉണ്ടാക്കിയാണ് ഇത് സംഭവം പുറത്തായത്. ഇല്ലില്ല, കോടതി നേരത്തെ ഇടപെട്ടു. അത് നിവൃത്തികേട് കൊണ്ടാണ് ഇടപെട്ടത്. ഈ വിഷയത്തിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് അവിടെ സ്വർണ്ണ പീഠത്തിന്റെ ദ്വാരപാലകന്റെ പീഠം കാണാനില്ലെന്ന് പറയുന്നു. അതേ തുടർന്നായിരുന്നു അന്വേഷണം വരുന്നു. അത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ലേ പിന്നീട് അവസാനമല്ലേ കോടതി ഇടപെടുന്നത്? എന്തായാലും ഇടപെട്ടല്ലോ. പുറത്ത് വന്നതെന്ന് പറഞ്ഞത് തെറ്റാണെന്നാണ് അതില്. അതെ, ഇത് നേരത്തെ നമുക്ക് ജനങ്ങൾക്കറിയാം. ഇതിൽ ഒരുപാട് കള്ളക്കളികളുണ്ട്. അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരുന്ന സാധനങ്ങൾക്കെല്ലാം കമ്മീഷനാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇതെല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് പോണത്. അവിടെ ഇരിക്കുന്ന ബോർഡിൽ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥര്, അല്ലെ ബോർഡ് മെമ്പർമാര് എല്ലാം ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്.